ശ്രീ എ മാരിഫ്, അതായത് വിദ്വേഷ പ്രസംഗം എന്ന നിലയിൽ രാജ്യത്ത് ചില കണക്കുകൾ എത്തുകയാണ്. ആ കണക്കുകൾ ഒരു വിദേശ ഏജൻസി ആണ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു വാഷിങ്ടൺ DC ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സെൻറ്റർ ഫോർ സ്റ്റഡീസ് ഓഫ് ഓർഗനൈസ്ഡ് ഹേറ്റ്, അതിൻ്റെ കീഴിലുള്ള ഇന്ത്യ ഹേറ്റ് ലാബാണ് ഇത്തരത്തിലൊരു പഠനം നടത്തിയിരിക്കുന്നത്. ഈ പഠനങ്ങൾ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും അതൊക്കെ പാർലമെൻറ്റിലടക്കം വിമർശനങ്ങളായി രാജ്യത്തിൻ്റെ കോണുകൾ ഉയരുകയും ചെയ്തതാണ്. പക്ഷേ അതൊരു റിപ്പോർട്ടായി കണക്കുകളായി വരുമ്പോൾ ഈ രാജ്യത്തിൻ്റെ വളർച്ചയെ മുരടിപ്പിക്കുന്ന, ഈ രാജ്യത്തിൻ്റെ യശസ്സിനെ കെടുത്തുന്ന ഒരു വശമായി അത് ഉയരുമെന്ന ആശങ്കയാണ് ഈ ചർച്ചയ്ക്ക് നിദാനം. ശ്രീ എ മാരിഫ്, എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ആദ്യമായി എനിക്ക് എൻ്റെ ബഹുമാനായ BJP പ്രതിനിധിയോട്, ശ്രീ വിഷ്ണുവിനോട് സൂചിപ്പിക്കാനുള്ളത്, വളരെ സഹിഷ്ണുതയോടുകൂടി, അദ്ദേഹം വളരെ അസഹിഷ്ണുതയോടുകൂടി ആക്രമണോത്സുകമായി കണ്ണിക്കണ്ടതെല്ലാം വിളിച്ചു പറയുന്ന രൂപത്തിലാണ് ഒരു റിപ്പോർട്ടിനെ ആസ്പദമാക്കിയുള്ള ചർച്ചയിൽ അദ്ദേഹം പങ്കെടുത്തത്. ഇന്ത്യ ഹെയ്റ്റ് ലാബ് റിപ്പോർട്ട് അതൊരു വിദേശ ഏജൻസിയാണ്. രാജ്യത്തെ ലോകത്തെ വിദേശ ഏജൻസികളൊക്കെ നമ്മളെക്കുറിച്ചും നമ്മൾ വിദേശ രാജ്യങ്ങളിലെ സംഭവങ്ങളെക്കുറിച്ചും നമ്മളും ഒക്കെ പഠനം നടത്താറുണ്ട്. നമുക്ക് ധാരാളം സ്റ്റഡീസ് സെൻറ്ററുകളുണ്ട്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഉണ്ട്, ഇന്ത്യ ഗവൺമെൻറ് അല്ലാതെയുണ്ട്. അവയെല്ലാം പഠിച്ച് ഓരോ റിപ്പോർട്ടുകൾ ഓരോ രാജ്യത്തെക്കുറിച്ചും ആ രാജ്യത്തിൻ്റെ സംവിധാനങ്ങളെക്കുറിച്ചും നടത്തുമ്പോഴും നമ്മളെക്കുറിച്ചും ഇതുപോലെ തന്നെ അവിടെ അപ്പുറത്തും ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന പോലെ തന്നെ നമ്മളെക്കുറിച്ച് മറ്റുള്ള രാജ്യങ്ങളിലെ ഒഫീഷ്യലും അൺഒഫീഷ്യലുമായിട്ടുള്ള സംവിധാനങ്ങൾ ചർച്ച ചെയ്യപ്പെടും. ആ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഉന്നയിക്കപ്പെടുന്ന വിമർശനങ്ങളോ ആരോപണങ്ങളോ ഉണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ് ഞങ്ങളുടെ വിമർശനം, ഞങ്ങളെക്കുറിച്ച് പറഞ്ഞ ഹേറ്റ് സ്പീച്ച്, അതിൽ വല്ല വസ്തുതയുണ്ടോ എന്ന് പറഞ്ഞ് അതിൻ്റെ കണ്ടൻറ്റുകളെ ഖണ്ഡിക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരു ചർച്ചയിൽ ചെയ്യേണ്ട സാമാന്യ മര്യാദ. അല്ലാതെ അതിന് പകരം വർഷങ്ങൾക്ക് മുമ്പ് പിണറായി വിജയൻ ചില വ്യക്തികളെ വിമർശിച്ചതിൻ്റെ അതാണ് വിദ്വേഷം എന്ന് അദ്ദേഹം തെറ്റിദ്ധരിക്കുകയാണ്. മതപരമായ സ്പർദ്ധയെ വളർത്തുകയും മതപരമായ വിദ്വേഷത്തെ വളർത്തുകയും അത് തെരഞ്ഞെടുപ്പിൽ വോട്ടാക്കി മാറ്റാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്തതിനെ സംബന്ധിച്ചുള്ള വിവിധ രാജ്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തെക്കുറിച്ചാണ് അവരൊരു പഠനം നടത്തി റിപ്പോർട്ട് വെച്ചിട്ടുള്ളത്. ആ പഠന റിപ്പോർട്ടിൽ വലിയ തോതിലുള്ള വർധനവ് 2023 നിന്നും 2024 ഹെയ്റ്റ് സ്പീച്ചിൽ, വിദ്വേഷ പ്രസംഗങ്ങളിൽ 74% വർധനവുണ്ടായിരിക്കുന്നു. ആ വർധനവിന് ആസ്പദമാക്കി അവർ പറഞ്ഞ പ്രസംഗങ്ങളെ കൂടി സമ്മറൈസ് ചെയ്ത്, മുഴുവൻ വായിക്കാൻ അദ്ദേഹത്തിന് സമയം കിട്ടിക്കാണത്തില്ലെങ്കിലും ആ പറഞ്ഞിട്ടുള്ള സമ്മറൈസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് ഗൂഗിളിൽ കിട്ടും. ആ കിട്ടിയ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇതാണ് ഞങ്ങൾ നടത്തിയ വിദ്വേഷ പ്രസംഗം. ഞങ്ങളുടെ പ്രധാനമന്ത്രി ലോകാരാധ്യനായ നരേന്ദ്രമോദി ഇന്ത്യയിൽ നടത്തിയ ചില പ്രസംഗങ്ങളെക്കുറിച്ച് ഇതൊക്കെയാണ് നടത്തിയ പ്രസംഗം. അതെങ്ങനെ നിങ്ങൾക്ക് വിദ്വേഷ പ്രസംഗമായി മാറും എന്ന് ചോദിക്കുകയാണെങ്കിൽ അതാണ് നമ്മുടെ ഒരു മാന്യമായ ചർച്ചാ രീതി. അതിന് പകരം വ്യക്തിപരമായ ചില വിമർശനങ്ങൾ ഓരോരുത്തരെക്കുറിച്ച് നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട സഖാവ് പിണറായി വിജയനെക്കുറിച്ച്, പ്രേമേന്ദ്രനെക്കുറിച്ച് പറഞ്ഞു. ഞാനാണെങ്കിൽ അതിൽ കൂടുതൽ പറഞ്ഞത് കാര്യം എന്താണെന്ന് വെച്ചാൽ, തലേ ദിവസം ഞങ്ങൾക്ക് വന്ന് ഉമ്മൻചാണ്ടിയുടെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും ചേർന്ന് നടത്തിയിട്ടുള്ള സരിതാ സംഭവവുമായി ബന്ധപ്പെട്ട തീവട്ടിക്കൊള്ളയ്ക്ക് ക്ലാസ് എടുത്ത ഒരാളാണ് ശ്രീ NK പ്രേമേന്ദ്രൻ. നല്ല പ്രസംഗമായിരുന്നു ആലപ്പുഴ വന്ന്. ആ ക്ലാസ് കേട്ടിട്ട് ഞങ്ങളെല്ലാം അത്ഭുതപ്പെട്ടു. പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോൾ ഞാൻ ഉമ്മൻചാണ്ടിയോടുള്ള വിരോധം കൊണ്ട് പറഞ്ഞു പോയതാണ്, വസ്തുതയിൽ അതൊന്നും അല്ല എന്ന് പറഞ്ഞ് മാറ്റി പിറ്റേ ദിവസം പ്രസംഗിക്കുന്ന ഒരാളെക്കുറിച്ച് സഖാവ് പിണറായി വിജയൻ പറഞ്ഞാൽ മതിയോ എന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ സത്യം പറയാമെങ്കിൽ അതൊക്കെ എടുത്തു വെച്ചാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇതിന് മറുപടി എന്ന നിലയിൽ അദ്ദേഹം കാണരുത്. അദ്ദേഹം വളരെ സമചിത്തയോടുകൂടി, ഞാനതാ പറയുന്നത്, വീണ്ടും പറയുകയാണ്, എങ്ങനെയെങ്കിലും വായിൽ വന്നതെല്ലാം വിളിച്ചു വിളമ്പി വന്ന റിപ്പോർട്ടിനെ മറച്ചു പിടിക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. ആ വന്നതിനെ ഖണ്ഡിക്കുക നിങ്ങൾ വസ്തുതാപരം. ഞാൻ ഒന്ന് പറയാം, ഞാൻ ഏതൊക്കെയാണെന്ന് പറയാം. ഇപ്പോൾ ആ റിപ്പോർട്ടിനകത്ത് പറയുന്നത് മുസ്ലിംസ് വെർ ടാർഗറ്റഡ് ദ മോസ്റ്റ് വിത്ത് 98.5% ഓഫ് റെക്കോർഡഡ് ഇൻസ്റ്റൻസസ് ഓഫ് ഹെയ്റ്റ് സ്പീച്ച് ഡയറക്റ്റഡ് അഗൻസ്റ്റ് ദം. അപ്പോൾ അതിന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ സ്പീച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. കാര്യം ഒരുപാട് ഞാൻ മാത്രം സമയം എടുക്കുന്നത് ശരിയല്ല, അദ്ദേഹത്തിൻ്റെ മറുപടി പറയാൻ സമയം കൊടുക്കണമല്ലോ. മെയ് 14 കോഡർമ ജാർഖണ്ഡ്
മോഡി പറയുക, ബഹുമാന്യനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി പറയുകയാണ്, ദ ഐഡൽസ് ഓഫ് അവർ ഗോഡ്സ് ആർ ബീയിങ് ഡെസ്ട്രോയിഡ് ആൻഡ് ദാറ്റ് ദിസ് ഇൻഫിൽട്രേറ്റേഴ്സ് ഹാവ് ത്രെട്ടൺ ദ സെക്യൂരിറ്റി ഓഫ് അവർ സിസ്റ്റേഴ്സ് ആൻഡ് ഡോക്ടേഴ്സ്. വളരെ കൃത്യമല്ലേ? ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ആരെയാണ് നമ്മുടെ ദൈവത്തിൻ്റെയും നമ്മുടെ ബിംബങ്ങളെയും നമ്മുടെ ആരാധനകളെയും തകർക്കുന്ന ശ്രമിച്ചവർ എന്ന് ഈ നുഴഞ്ഞുകയറ്റക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സഹോദരിമാരെയും നമ്മുടെ മക്കളെയും അവർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദെൻ മെയ് 17 സ്പീച്ച് ഇൻ ബറാബങ്കി, ഉത്തർപ്രദേശ്, അദ്ദേഹം അടുത്ത സ്പീച്ച് നടത്തുകയാണ്. The political opposition would harm the newly opened Ram temple. അവർ നമ്മുടെ പുതിയതായി നിർമ്മിച്ച റാം ടെമ്പിൾ ആക്രമിക്കപ്പെട്ടേക്കാം. Controversially built up top the race historical mosque at Ayodhya. He said that the opposition alliance came to power. അവർ വന്നിരുന്നെങ്കിൽ they will again send Ramalalla, the Hindu deity Lord Ram, to the tent and they will run a bulldozer over the temple. കണ്ടോ പറയുന്നത്? എന്താ പറയുന്നത്? അവർ വന്ന പിന്നെ അടുത്തത് മെയ് 7. ഞാൻ ഓരോ ഡേറ്റ് ബാറാ പറയുന്നത്. അങ്ങ് ഇതിനെയൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞത് ഇങ്ങനെയുള്ള പശ്ചാത്തലത്തിലാണ് എന്ന് പറഞ്ഞ് വിമർശിക്കട്ടെ. ദ കോൺഗ്രസ് പാർട്ടി ഇൻറ്റൻഡ് ടു ഗീവ് പ്രയോറിറ്റി ടു മുസ്ലിം ഈവൻ ഇൻ സ്പോർട്സ്. നോക്കിക്കേ, ആരെങ്കിലും വിഷം കലക്കുമോ സ്പോർട്സിൽ? സോ കോൺഗ്രസ് വിൽ ഡിസൈഡ് ഹൂ വിൽ മേക്ക് ദ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഓൺ ദ ബേസിസ് ഓഫ് റിലീജിയൻ. ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ വിഷം കലക്കുന്നത്? നോക്ക്. The Prime Minister Modi repeatedly claimed the opposition political parties intend to wipe out Hindu faith from the country. On May 2nd, speech in Junagadh, Gujarat. പറയുകയാണ്, അവർ വന്നു കഴിഞ്ഞാൽ ഹിന്ദു വിശ്വാസത്തെ തുടച്ചു നീക്കും. കോൺഗ്രസ് വന്നത് ഹിന്ദു വിശ്വാസം വന്നത് ലോകത്താർക്കെങ്കിലും ആ വിശ്വാസത്തെ തുടച്ചു നീക്കാൻ പറ്റുമോ? ഒരാൾക്കും പറ്റൂല. എന്നിട്ടും അടിച്ചു വിടുകയാണ്. നോക്കിയേ, അത് കഴിഞ്ഞത് അടുത്തത് അദ്ദേഹത്തിന്, ഐ വാണ്ട് ടു ആസ്ക് ഇഫ് ലോർഡ് റാം ലോസസ് ഹൂ വിൻസ്. നമ്മുടെ ദൈവമായ രാമൻ പരാജയപ്പെട്ടാൽ പിന്നെ ആരാ ജയിക്കുന്നത്? നോക്കിക്കോ, ഇങ്ങനെ ഓരോന്നോരോന്നും വച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ. കോൺഗ്രസ് വിൽ ഗീവ് കോട്ട ഈവൻ ഗവൺമെൻറ് കോൺട്രാക്ട്സ് ടു ദ ബേസിസ് ഓഫ് റിലീജിയൻ. കണ്ടോ? മോഡി ഓഫൻ ഇംപ്ലൈഡ് ദാറ്റ് മുസ്ലിം endangered that the safety of girls and women in the country. They align with the Pakistan and terrorists. ഇങ്ങനെ ആണോ? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇന്ത്യ രാജ്യം വിഭജിക്കപ്പെടുമ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു മതരാഷ്ട്രമുണ്ടാക്കുന്ന ഘട്ടത്തിൽ ആ മതരാഷ്ട്രത്തിൻ്റെ പിന്നാലെ പോകാതെ ഒരു മതേതര രാഷ്ട്രമായി ഇവിടെ ജനിച്ച് വീഴുന്ന മുസൽമാൻ, ഇവിടെ വളർന്ന മുസൽമാൻ, ഇവിടുത്തെ ഉപ്പും ചോറും നിന്ന് വളർന്ന മുസൽമാൻ ഇവിടെ മണ്ണിൽ മരിച്ചു വീണ് ഈ മണ്ണിൽ ലയിച്ചു ചേർന്ന് ഈ മണ്ണിനെ ഹൃദയപൂർവ്വം സ്നേഹിക്കുന്ന മുസൽമാന്മാർ, അവരെയെല്ലാം രാജ്യദ്രോഹികളായി ചിത്രീകരിക്കാമോ? വിദ്വേഷികളായി ചിത്രീകരിക്കാമോ? ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ചെയ്തതിൻ്റെ ഓരോ ഡേറ്റ് ബാറുള്ള റിപ്പോർട്ട് അവർ പഠിച്ച് പുറത്ത് കൊണ്ടുവരുമ്പോൾ ഏതാണ്ട് പിന്നെന്താ സ്പോൺസേഡ് സംഘടനകൾ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ് മൊത്തത്തിൽ നിങ്ങൾ ആക്ഷേപിച്ച് ഒഴിയുകയാണോ വേണ്ടത്? ഇതെല്ലാം നടത്തിയ പ്രസംഗങ്ങളല്ലേ? പോട്ടെ, ഈ പ്രസംഗം ഇലക്ഷൻ സമയത്ത് വലിയ തോതിൽ മോഡിയുടെ ഹെയ്റ്റ് സ്പീച്ച് വേൾഡ് വൈഡായിട്ട് ലോകോത്തരമായി ചർച്ച ചെയ്യപ്പെട്ടു. എല്ലാ ഇന്ത്യയിലെ മാധ്യമങ്ങളും അതുപോലെ വിദേശ മാധ്യമം BBC ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെട്ടു. ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും എല്ലാ മാധ്യമങ്ങളും ഹെയ്റ്റ് സ്പീച്ചിനെ കുറിച്ച് എഴുതി, എഡിറ്റോറിയൽ എഴുതി. ആ ഇലക്ഷൻ കമ്മീഷൻ 2 BJPയുടെ നേതാക്കന്മാരെ അവരെ പ്രസംഗത്തിൽ നിന്ന് അവരെ പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ഗത്യന്തരമില്ലാതെ 2 പേരെ തടഞ്ഞു. നിങ്ങളതെല്ലാം മറന്നു പോകരുത്. നമ്മൾ വിദ്വേഷ പ്രസംഗം ഒരു രാജ്യത്തിൻ്റെ, നമ്മുടെ യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിന് അവിടുത്തെ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ ഇത് 80% 20% തമ്മിലുള്ള മത്സരമാണ്. തീർച്ചയായും 80% 20% തമ്മിലുള്ള മത്സരമാണോ? അതടക്കം അത് 100% പേര് ഞാൻ തിരിച്ചെത്താം. ശ്രീ ആരിഫ്, 80-20 ഞാൻ തിരിച്ചെത്താം.